അസ്രായേൽ ഇടപെടുന്നതോട് കൂടെ നമ്മുടെ കണ്ണിന്റെ മറ അല്ലാഹു നീക്കും. നമ്മൾക്ക് പലതും കാണാൻ ഇപ്പൊ കഴിയണില്ല. ഇൽമിന്റെ മജ്‌ലിസാണിത്. ഈ മജ്‌ലിസിൽ മലക്കുകൾ ഉണ്ടാകുമെന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇൽമിന്റെ മജ്‌ലിസുകളിൽ മഹാന്മാരായ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷേ നമുക്കിന്ന് മലക്കിനെ കാണാൻ കഴിയുന്നില്ല. എന്തിനധികം പറയുന്നു, നമ്മുടെ മടിയിൽ കിടന്ന ഒരാൾ മരിച്ചു എന്ന് സങ്കല്പിക്കൂ. നമ്മുടെ മടിയിൽ കിടന്ന് മരിച്ച ആളെ റൂഹ് പിടിക്കാൻ വന്ന അസ്രായേലിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. നമുക്ക് ഇന്നത് കാണാനുള്ള സംവിധാനമില്ല. നമ്മുടെ കണ്ണിന്റെ മുകളിൽ അല്ലാഹു മറ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്രായേൽ റൂഹ് പിടിച്ചിട്ട് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മറ അല്ലാഹു അങ്ങ് എടുത്തുയർത്തുകയാണ്. അസ്രായേലിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ രണ്ട് ചുമലിലുണ്ട് മലക്കുകളുണ്ട്. അവരെ പുറത്തേക്ക് ഇറങ്ങും. റഖീബ് അതീദ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതുന്ന രണ്ട് മലക്കുകളില്ലേ, എല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടവർ. നാളെ മഹ്ശറിൽ വെച്ചിട്ട് ഈ കിതാബ് നമ്മളെ കൈ തരും. ആ സമയത്ത് അത്ഭുതത്തോടുകൂടെ മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം സൂറത്തുൽ കഹ്ഫിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവേ, ഇതെന്തൊരു കിതാബാണ് റബ്ബേ. ഞാൻ ചെയ്ത ചെറുതും വലുതുമായ ആരും അറിയില്ലെന്ന് കരുതി ചെയ്ത വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലാ എന്ന് ബേജാറോടെ മനുഷ്യര് ആ കിതാബുകൾ കയ്യിൽ പിടിച്ച് വായിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് മുഅ്മിനീങ്ങളെ. ആ മലക്കുകൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന മുഴുവനും എഴുതുകയാണ്. നമ്മൾ നല്ല സദസ്സ് പോയിരുന്നാലും സിനിമക്ക് പോയാലും ഈ മലക്ക് നമ്മളൊപ്പം പോരണം. നമ്മൾ സിനിമ ഹാളിൽ പോയിരിക്കുകയാണെങ്കിലും റഖീബ് അതീദ് നമ്മളെ കൂടെ പോരൽ അനിവാര്യമാണ്. പോരും. ഈ ദേശക്കോല് തീർക്കുക മരിക്കാൻ സമയത്ത് പുറത്ത് ഇറങ്ങിയിട്ടാണ്. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് അത് പറയുമെന്നാണ്. നല്ല മനുഷ്യരോട് പറയും. റുബ്ബ മജ്ലിസിൻ, എത്ര നല്ല മജ്ലിസിനാണ് അജ്ലസ്താനി നിങ്ങളെ ഇരുത്തിയതെന്ന് നല്ല മയ്യത്തിനോട് പറയുമത്രേ. എത്രയോ നല്ല സദസ്സുകളിൽ, മജ്ലിസുൻ നൂറിന്റെ സദസ്സുകളിൽ, ധന്യമായ നല്ല നല്ല വേദികളിൽ നീ എന്നെ കൊണ്ടുപോയിരുത്തിയില്ലേ. എന്നിട്ട് റഖീബ് അതീദ് നമ്മളോട് പറയുമത്രേ, അതുകൊണ്ട് തന്നെ ഇനി മരിച്ചെന്ന്. പക്ഷേ മരിച്ച ശേഷം ഇനി ഞങ്ങളെ പണി എന്താ അറിയോ, ഞങ്ങൾ നല്ല കാര്യം ചെയ്തിട്ട് അത് എന്റെ അക്കൗണ്ടിൽ എഴുതി തരികയാണ്.